കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്നു. 29കാരൻ സുജിനാണ് കൊല്ലപ്പെട്ടത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിനും കുത്തേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഒരു സംഘം ഇരുവരെയും ആക്രമിച്ചത്. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ ലഹരി ഉപയോഗവും വിൽപ്പനയും ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന, ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ഇപ്പോൾ ഈ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കൊല്ലം ചിതറയിൽ സുജിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് വ്യക്തിവൈരാഗ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആക്രമിച്ച സംഘത്തിന് നേരത്തെ സുജിൻ ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. പ്രതികളുടെ ലഹരി ഉപയോഗത്തെ ചോദ്യം ചെയ്തതിലുള്ളൊരു വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് നൽകുന്ന സൂചന എങ്ങനെയാണ്? തീർച്ചയായും വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഈ പ്രതികളൊക്കെ തന്നെ ഈ കഞ്ചാവ് കച്ചവടം നടത്തുന്നവരാണ് എന്നുള്ളതാണ്. അതായത് ഈ സുജിൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇവരോടൊക്കെ തന്നെ ഇക്കാര്യം ഇനി ഇവിടെ വിൽപ്പന നടത്തരുത് എന്നുള്ള കാര്യമൊക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ആ ഒരു വൈരാഗ്യം ഈ പ്രതികളുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് അത് മറ്റൊരു വാക്കുതർക്കത്തിലേക്ക് പോവുകയും ഈ കൊലപാതകം നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ തുമ്പമൺതൊടി കാരർക്കുന്നതിന് സമീപത്ത് വെച്ചാണ് ഈ സുജിനും ഒപ്പമുണ്ടായിരുന്ന അനന്തുവിനും കുത്തേൽക്കുന്നത്. സുജിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. തുടർന്നാണ് രാത്രിയോടുകൂടി മരിക്കുന്നത്. അതായത് രാത്രി 10:30 മണിയോടെ ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതായത് ഈ പ്രതികളും ഈ സുജിനും ആനന്ദും തമ്മിലൊരു തർക്കമുണ്ടായി. പിന്നീട് പിരിഞ്ഞു പോയതിനു ശേഷം ഇവർ തിരിച്ചു പോകുന്നതിനിടയിൽ പതിയിരുന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യമാണ് ഈ ലഹരി കച്ചവടം നടത്തിയിരുന്ന ആളുകളാണ് ഈ പ്രതികൾ എന്നുള്ളത്. ഇത് സുജിൻ പലതവണയായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ സുജിന് ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ തുമ്പമൺതൊടി സ്വദേശികളായിട്ടുള്ള വിവേക്, സൂര്യജിത്ത്, ബിജു, മഹി, വിജയ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.